അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് എന്ന് പറയുന്നത് എൻ്റെ മെന്ററും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ. ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികളാണ്. സ്വാഭാവികം. എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്ത 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് എന്നെ അജു വിളിച്ചു പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ. ശരിയാണ്, ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. നീ CM ആവണ്ട, അതിനു മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. വരുന്നു ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബിനാമി. ഓ, നിങ്ങളുടെ ബിനാമിയാണോ? ഒന്ന് പറഞ്ഞു കൊടുക്കണോ? വാ തുറന്നു. റോണി ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡ് കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും, കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നെ ഇങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ? അതിപ്പോ പറയാൻ കഴിയില്ല. മെസ്സിന്റെ എന്തോ ഒരു കഥ പറഞ്ഞു അന്ന്. ധ്യാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ധ്യാൻ എന്തൊക്കെ കഥകളാ പറയുന്നതെന്ന്. അതൊന്നും എനിക്കറിയാൻ മേല. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനോഗ്രേഷന് വന്നു എന്നൊക്കെ പറഞ്ഞ് ധ്യാൻ എൻ്റെ വലിയൊരു എന്താ പറയാ, എൻ്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് ധ്യാൻ. പക്ഷെ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആവുമ്പോ പേടിക്കണ്ട ധ്യാൻ CM ആകുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ?